ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും ഏറ്റവും ഒരു ടീസർ റിവ്യൂലേക്ക് സാർ നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന ആവേശം എന്ന് പറയുന്ന ഒരു ടീസർ റിവ്യൂ ആണ്. അപ്പോൾ ടീസറിനെ കുറിച്ച് പറയുമ്പോൾ ആവേശത്തിൽ ജിത്തു മാധവാണ് ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം നമ്മുടെ രോമാഞ്ച് എന്ന് പറഞ്ഞ ചിത്രത്തിൻ്റെ ഡയറക്ടറായത് അദ്ദേഹം. രോമാഞ്ച് ശരിക്കും ഞെട്ടിച്ചു, കാരണം പ്രതീക്ഷകൾ അപ്പുറത്തൊരു വലിയൊരു വിജയം നേടിയ മൂവി തന്നെയായിരുന്നു രോമാഞ്ചം. അപ്പോൾ രോമാഞ്ചിൻ്റെ ഡയറക്ടർ ഫഹദിനെ ചെയ്യുമ്പോൾ തിരിച്ചിട്ടും പല പ്രതീക്ഷ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ആവേശം എന്ന് പറഞ്ഞ മൂവി ടീസർ ഒന്ന് കാണുന്നത് ഏകദേശം 1 മിനിറ്റ് 43 സെക്കൻഡ് ടീസറുള്ളൂ. ടീസർ കാണാം വാ. ചേട്ടാ, രംഗൻ ചേട്ടാ എങ്ങനെയാ ഇത്ര സെറ്റപ്പ് ആയത്? അണ്ണം പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ബന്ധുവിന്റെ ജ്യൂസ് ഇടയിൽ പാർട്ട് ടൈമായിട്ട് ജോലിക്ക് കയറി. അവിടെ അലമ്പുണ്ടാക്കാൻ റെഡിയായി നിൽക്കുന്ന ഗുണ്ടകൾ വിത്ത് ടൂൾസ്. എന്നിട്ട് അണ്ണൻ ചാടി എണീറ്റ അവരുടെ തോളത്തെ കൂടെ കൊന്ന്. അമ്പേട്ടാ, എന്നിട്ട് ഒരു മിനിറ്റ്. गंगा भैया वो ऐसे दौड़ के आया, बुलाटे मारा. ರಂಗಣ್ಣ ದೊಡ್ಡ ರೋಡಿ ಅಡ್ಡಾಗೆ ಎಂಟ್ರಿ ಕೊಟ್ರೆ ಸಾಕು, ಲಾಂಗ್ ಎತ್ತಿದ ತಕ್ಷಣ ಕತ್ತನ್ನ ಕಚಕ್ ಅಂತ ಕತ್ತರಿಸ್ತಾರೆ. ഞാൻ കണ്ടില്ല, പക്ഷെ കണ്ടാൾ ഇതേം ബാക്കിൽ എന്നോട് പറഞ്ഞു. എടാ മോനെ, ഞാനിവിടെ ഒരു ലോക്കൽ സപ്പോർട്ട് ഉണ്ടാക്കുകയും ചെയ്യും, അവന്മാരെ തിരിച്ചടിക്കുകയും ചെയ്യും. അത് നമ്മൾ ആവേശം എന്ന് പറയുമ്പോൾ ടീച്ചറുടെ ഏകദേശം 1 മിനിറ്റ് 43 സെക്കൻഡ് ടീച്ചർ ഉണ്ടാകുന്നുള്ളൂ. ജിത്തും അതുകൊണ്ട് ഡയറക്ഷൻ ചെയ്തിട്ടുള്ള അൻവർ റഷീദ് പിക്ചേഴ്സാണ് അവതരിപ്പിക്കുന്നത്. ഫഹദാസിൽ ഒരു ഗുഡ് റോളാണ് ഗാങ്സാൻ്റെ കഥാപാത്രം രംഗൻ എന്ന് പറയുന്ന കഥാപാത്രം. ഫസ്റ്റ് ഒരു കാർണിവലിൻ്റെ സീനാണ് കാണിച്ചിട്ടുള്ളത്. പിന്നീട് കുറച്ച് പേരുകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രംഗനെ കുറിച്ച് എങ്ങനെയാണ് അദ്ദേഹം രംഗൻ്റെ ആദ്യ കഥാപാത്രം പറയുന്നുണ്ട്. കാരണം ഫഹദ് ഫാസിലിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് കളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രോമാഞ്ചത്തിലെ ലീഡറായിരുന്ന ആ വ്യക്തിയാണ്, അദ്ദേഹം പേരറിയില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഒരു ദിവസം ജ്യൂസുകളിൽ വർക്ക് ചെയ്തിരുന്നെങ്കിൽ ഒരുപാട് ഗുണ്ടകൾ വരുന്നതാണ് കുത്തി പറയുന്നുണ്ട്. അപ്പോൾ നീ ഞാൻ കണ്ടാലേ കണ്ടവർ ഇതേ എംപയറിൽ പറയുന്നത് സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഫഹദിന് ഇൻട്രോ കാണിക്കുന്നുണ്ട്. വെള്ളിയിട്ട് അദ്ദേഹം വരാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. അതായത് ഡമ്മോനെ എന്ന് പറയുമ്പോൾ യാതൊരു സ്ലാങ്ങും യാതൊരു ലെവലിൽ തന്നെ അദ്ദേഹം ഒരുക്കി വെച്ചിരുന്നത്. കാരണം രോമാഞ്ചം എന്ന് പറയുന്നത് ശരിക്കും ഞെട്ടിക്കാനുള്ള ചാൻസ് തന്നെയാണ്. ഫഹദ് ഒരു സൈക്കോ പോലത്തെ കഥാപാത്രമാണെന്ന് തോന്നുന്നു വെച്ചിട്ടുള്ള അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. കാരണം കുറച്ചും കൂടി ഒരു വൈബ് പിടിച്ചുള്ള കഥാപാത്രമാണെന്ന് കണ്ടപ്പോൾ ടീച്ചർ കണ്ടപ്പോൾ എനിക്ക് വ്യക്തമായി. അപ്പം ഇതിന് ചിത്രം റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന April 11 റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആവേശം ഞാനും വെയിറ്റ് ചെയ്യുന്നത് തന്നെ. ടീച്ചർ കണ്ടാൽ തന്നെ ധാരാളം തന്നെയാണ്. എന്തായാലും ട്രെയിലറൊക്കെ ഇനിയിപ്പോൾ വരും ദിവസങ്ങളിലൊക്കെ റിലീസ് ചെയ്യാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ആ ടീച്ചർ കണ്ടപ്പോൾ വൻ അധികം എന്താ പറയുക ഒരു ആവേശ കൊടുമുടി എന്ന രീതിയിൽ തന്നെയാണ് എനിക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ സപ്പോർട്ട് ചെയ്യാതായിരിക്കും. ബൈ ഫ്രണ്ട്സ്.